ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കുട്ടികൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് EVSലെ സെക്കൻഡ് ചാപ്റ്ററായ ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്, ജന്തുലോകത്തേക്ക് എന്ന യൂണിറ്റാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു മക്കളെ? ഗ്രീൻ എർത്ത് അല്ലേ? നമ്മുടെ പ്ലാന്റ്സിനെ കുറിച്ചുള്ള പാഠമായിരുന്നു. നമ്മൾ ഒരുപാട് പ്ലാന്റ്സുകൾ പഠിച്ചു, അവയുടെ ഫീച്ചേഴ്സ് പഠിച്ചു അല്ലേ? പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് പഠിച്ചു അല്ലേ? അപ്പോൾ എന്നാൽ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ കുറിച്ചുള്ള പാഠമാണ് അല്ലേ? ആനിമൽസ് ഏതൊക്കെ ആനിമൽസാണ്, അവയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അവയുടെ ഫുഡ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പാഠമാണ് സെക്കൻഡ് യൂണിറ്റ്. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളെന്നാലും യൂണിറ്റിലോട്ട് പോയാലോ? ഫസ്റ്റ് യൂണിറ്റ് ഒന്ന് നോക്കിക്കേ. നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? ഒരു കുട്ടീനെ കാണുന്നുണ്ട് അല്ലേ? കുട്ടീനെയും കാണുന്നുണ്ട്, ഒരുപാട് ആനിമൽസിനെയും കാണുന്നുണ്ട്. ഏതൊക്കെ ആനിമൽസിനെയാണ് നിങ്ങൾ കാണുന്നത്? ഡോഗ്, ക്യാറ്റ്, ഹെന്ന്, പിന്നെയോ റൂസ്റ്റർ. എന്താ റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ? പൂവൻകോഴി അല്ലേ? ചിക്ക്, കോഴിക്കുഞ്ഞുങ്ങളെ കാണുന്നു. ബട്ടർഫ്ലൈ, പൂമ്പാറ്റകളെ കാണുന്നു. കിങ് ഫിഷർ, പൊന്മാനെ കാണുന്നു. സ്ക്യുറൽ, അണ്ണാനെ കാണുന്നു. വുഡ് പെക്കർ, മരം കൊത്തിയെ കാണുന്നു. പാരറ്റ്, തത്തയെ കാണുന്നു. ക്രോ, കാക്കയെ കാണുന്നു അല്ലേ? ഇവരൊക്കെ ആരാണ്? മിത്ര. ഈ കുട്ടിയുടെ പേരെന്താണ്? മിത്ര. മിത്രയുടെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ അല്ലേ? ഇതിൽ മിത്ര വളർത്തുന്ന മിത്രയുടെ പെറ്റായിട്ടുള്ള ആനിമൽസ് ഏതൊക്കെയായിരിക്കും? ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ്? ക്യാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്, ഗോട്ട് ഉണ്ട്, പിന്നെയോ ഹെന്നുണ്ട്, റോസ്റ്റർ ഉണ്ട്, ചിക്കൻ ഉണ്ട് അല്ലേ? ഇവരൊക്കെ ആരാണ്? നമ്മുടെ മിത്രയുടെ ഫ്രണ്ട്സാണ് അല്ലേ? അടുത്ത പേജ് നോക്കിക്കേ, പേജ് നമ്പർ 23. വൈ ഡു വി റേസ് ആനിമൽസ്? എന്തിനൊക്കെയാണ് നമ്മൾ ജീവികളെ വളർത്തുന്നത് എന്ന് പറഞ്ഞേ. യെസ്, ഫോർ ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലേ? മീറ്റ്, എഗ്ഗ്, മിൽക്ക്, ഇറച്ചി, മുട്ട, പാലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവികളെ വളർത്തും. പിന്നെയോ ഫോർ സെക്യൂരിറ്റി, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഡോഗ്സ് ഗാർഡ് ഓർ ഹൗസ് അല്ലേ? അവർ ഹൗസ്, നമ്മൾ വീട്ടിൻ്റെ കാവൽക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജീവികളെ വളർത്തും. ഫോർ എൻ്റർടൈൻമെൻറ്റ്, നമ്മൾ വീട്ടിലെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ ജീവികളെ വളർത്തുക? പാരറ്റ്, ക്യാറ്റ്, ഫിഷൊക്കെ വളർത്തും. ഫോർ ജേണി, യാത്രകൾക്ക് വേണ്ടിയിട്ട് ഹോഴ്സ്, ഡോങ്കി, ക്യാമലിനൊക്കെ വളർത്തും. പിന്നെയോ ഫോർ ഡൂയിങ് വർക്ക് അല്ലേ? നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓക്സിനെയും എലിഫൻറ്റിനെയും ഡോങ്കിയൊക്കെ വളർത്തും. ഫോർ മേക്കിംഗ് ഡ്രസ്സ്, നമുക്ക് കമ്പിളി വസ്ത്രങ്ങളിലെ തണുപ്പിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പിളി വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷീപ്പിനെ വളർത്തും. ഷീപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടിനെ വളർത്തും അല്ലേ? അടുത്ത നോക്കിക്കേ, ഹൗ ഡു ദ ഗിവൺ ഡൊമസ്റ്റിക് ആനിമൽ ബെനിഫിറ്റസ്? നമുക്ക് വളർത്തു ജീവികളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനങ്ങളുണ്ടോ? നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ്. വളർത്തു ജീവികളെ കൊണ്ട് ഈ പട്ടിക പൂർത്തിയാകാം. ഏതൊക്കെ വളർത്തു ജീവികളാണുള്ളത്, അവയെക്കുറിച്ചുള്ള അവയുടെ യൂസസ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ടേബിളാണ് താഴെ തന്നിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗോട്ടാണ്. ഗോട്ട് ഓർ ഷീപ്പ് അല്ലേ? എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്? വി ഗെറ്റ് മിൽക്ക് ആൻഡ് മീറ്റ്. എന്താണ്? നമുക്ക് എന്ത് കിട്ടുന്നു? പാലും മാംസവും കിട്ടുന്നു. പിന്നെയോ ഷീപ്പ് സ്കിൻ ഈസ് യൂസ്ഡ് ടു മേക്ക് ലെതർ ഗുഡ്സ് ലൈക്ക് ബാഗ് ആൻഡ് ഷൂസ് അല്ലേ? ഇവയുടെയൊക്കെ തോല് കൊണ്ട് എന്തുണ്ടാക്കുന്നു? തുകൽ വസ്തുക്കൾ, അതുപോലെ നമ്മുടെ ബാഗ്, ഷൂസൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ആടിൻ്റെയും ഗോട്ടിൻ്റെയും ഷീപ്പിൻ്റെയും ഒക്കെ സ്കിൻ ഉപയോഗിക്കുന്നു. പിന്നെയോ എന്താണ്? ദ ഡ്രോപ്പിംഗ് ആർ യൂസ്ഡ് ആസ് മാനുവർ. ഇവയുടെ കാഷ്ടം എന്ത് ചെയ്യുന്നു? വളമായിട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? ഹെന്നാണ്. ഹെന്നിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? വി ഗെറ്റ് എഗ് ആൻഡ് മീറ്റ്, നമുക്ക് മുട്ടയും ഇറച്ചിയും ഒക്കെ തരുന്നുണ്ട് അല്ലേ? പിന്നെയോ ചിക്കൻ എക്സ്ക്രീറ്റ ഈസ് എ ഗുഡ് മാനുവർ, നമ്മുടെ കോഴിയുടെ കാഷ്ടം എന്താണ്? നല്ല വളമാണ്. നെക്സ്റ്റ് എലിഫൻറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഫെസ്റ്റിവൽസ്, നമ്മുടെ ഉത്സവത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എലിഫൻറ്റിനെ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. നെറ്റിപ്പട്ടം കെട്ടിയ ആനയൊക്കെ കണ്ടിട്ടില്ലേ? നെക്സ്റ്റ് ദേ ആർ യൂസ്ഡ് ടു ക്യാരി ലോഗ്സ്, നമ്മുടെ തടി കഷ്ണങ്ങൾ, വലിയ കൂപ്പിന്നൊക്കെ മരത്തിൻ്റെ കൂപ്പിന്നൊക്കെ എന്ത് ചെയ്യും? നമ്മൾ തടി കഷ്ണങ്ങളൊക്കെ വലിയ ഭാരമുള്ളതൊക്കെ എടുക്കാൻ വേണ്ടി
എലിഫൻറ്റിന് യൂസ് ചെയ്യും. നെക്സ്റ്റ്, ഇൻ സം പ്ലേസസ് ദേ ആർ യൂസ്ഡ് ഫോർ ട്രാവൽ ഓൾസോ. ചില സ്ഥലത്തൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ നമ്മുടെ എലിഫൻറ്റിനെ എന്ത് ചെയ്യുന്നു, എലിഫൻറ്റിനെ പിന്നെ യാത്രകൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ്, ഡക്കിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഡക്ക് ഗീവ് എഗ് ആൻഡ് മീറ്റ്. ഡക്ക് നമുക്ക് മുട്ടയും ഇറച്ചിയൊക്കെ തരുന്നുണ്ട്. അടുത്തത് ഹോഴ്സാണ്. യൂസ്ഡ് ഫോർ റൈഡിങ്, റൈഡിങ്ങിന് ഉപയോഗിക്കുന്നു. യൂസ്ഡ് ടു പുൾ കാർട്സ് അല്ലേ, കുതിരവണ്ടി വലിക്കുന്നുണ്ട്. പിന്നെയോ നെക്സ്റ്റ്, യൂസ് ഇൻ റേസസ്, കുതിരയോട്ടം. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കുതിരയോട്ടം. ഇതൊക്കെ ബെനിഫിറ്റ്സ് ആണ്. നെക്സ്റ്റ്, ഡോഗാണ്. ഡോഗ് ഗാർഡ്സ് ഹൗസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വീട് സ്ഥാപനങ്ങൾക്കൊക്കെ ഗാർഡ്സ് ആയിട്ട് ഡോഗിനെ യൂസ് ചെയ്യുന്നു. യൂസ്ഡ് ഇൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, സ്നിഫർ ഡോഗ്. അതുപോലെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ, ക്രൈമിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡോഗിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവന്താണ് നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസിനെ കൊണ്ടുള്ള യൂസസ് ആണ്. ഇനി നോക്കിക്കേ, ഇവിടെ കൊടുത്തിട്ടുള്ളത് വി റേസ് ആനിമൽസ് ഫോർ വേരിയസ് പർപ്പസ്. വിവിധ ആവശ്യങ്ങൾക്ക് നാം ജീവികളെ വളർത്തുന്നുണ്ട്. മിൽക്ക്, എഗ് ആൻഡ് മീറ്റ് ഓഫ് സം ആനിമൽസ് ആർ യൂസ്ഡ് ഫോർ ആസ് ഫുഡ്. എന്താണ്? ചില ജീവികളുടെ പാല്, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. പിന്നെയോ വി കീപ് സം അതർ ആനിമൽസ് ഫോർ പ്ലഷർ. നമ്മുടെ പെറ്റായിട്ട് ആനിമൽസിനെ വളർത്തുന്നുണ്ട്. അവ എന്താ ചെയ്യുന്നത്? നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തരുന്നുണ്ട് അല്ലേ. പിന്നെ പാരറ്റിനെയും ഫിഷിനെയും ഒക്കെ വളർത്തുമ്പോൾ, കാറ്റിനെയൊക്കെ വളർത്തുമ്പോൾ നമ്മുടെ മൈൻഡിന് എന്ത് ചെയ്യുന്നു? പ്ലഷർ തരുന്നു. അടുത്ത ആക്ടിവിറ്റി നോക്കാം. മെനി ക്രിയേച്ചേഴ്സ്. എത്ര ജീവികൾ. ഹൗ മെനി ക്രിയേച്ചേഴ്സ് കുഡ് യു ഐഡൻറ്റിഫൈ ഫ്രം ദ പിക്ചർ. ചിത്രത്തിലുള്ള ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? റൈറ്റ് ഡൗൺ ദെയർ നെയിം. അതിൻ്റെ പേരെഴുതൂ. അവിടെ ചിത്രത്തിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഏതാണ്? ലിസാർഡാണ്, പല്ലിയാണ്. നെക്സ്റ്റോ സ്നെയിലാണ്, ഒച്ചാണ്. നെക്സ്റ്റോ ആൻഡ്, ഉറുമ്പാണ്. നെക്സ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്? ക്വാക്വൽ ക്രോ അല്ലേ, ചെമ്പോത്താണ്. അടുത്തത് പഴുതാരക്ക് പറയും സെൻറ്റിപേർഡ്. നെക്സ്റ്റ് ബാറ്റ്, വവ്വാൽ. അടുത്തത് മംഗൂസ്, കീരി. അടുത്തത് മില്ലിപേർഡ്, തേരട്ട എന്ന് പറയും. അടുത്ത പേജ് എടുത്തേ, പേജ് നമ്പർ 24 എടുത്തേ. ദേ ലീവ് ഇൻ അവർ ഹോം ആൻഡ് സറൗണ്ടിങ്. ഇവ നമ്മുടെ വീട്ടിലും പരിസരത്തുമായിട്ടൊക്കെ ജീവിക്കുന്നവയാണല്ലോ. ആർ ദെയർ എനി ഡൊമസ്റ്റിക് ആനിമൽ എമംഗ് ദീസ്. ഇവയിൽ വളർത്തുജീവികളുണ്ടോ? ഫൈൻഡ് ഔട്ട് മോർ ക്രിയേച്ചർ ഇൻ ആൻഡ് അറൗണ്ട് യുവർ ഹോം ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ നെയിംസ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. വീട്ടിലും പരിസരത്തുമുള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ഹൗ മെനി ക്രിയേച്ചേഴ്സ് ഡിഡ് യു ഫൈൻഡ്. എത്ര ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? ഹൗ മെനി ഡിഡ് യുവർ ഫൈൻഡ് ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ഫൈൻഡ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്ര ജീവികളെ കണ്ടെത്താൻ കഴിയും? ഒന്ന് പറഞ്ഞേ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ഹാവ് നെയിംഡ് ദ ക്രിയേച്ചർ, ഹാവൻ യു? ദീസ് ആർ ഓൾ സ്മോൾ ക്രിയേച്ചർ ദാറ്റ് ലീവ് ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്. നമ്മുടെ വീടിൻ്റെയും പരിസരത്ത് ചുറ്റുപാടുള്ള ചെറിയ ജീവികളെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. പിന്നെ അവയെ എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് മോർ ക്രിയേച്ചർ ഇൻ ആൻഡ് അറൗണ്ട് യുവർ ഹോം ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ഇൻ യുവർ എൻവയോൺമെൻറ്റ് സയൻസ് ഡയറി. അവയെ നമുക്ക് പരിസര പഠന പുസ്തകത്തിൽ എഴുതിയെടുക്കാം. സ്പൈഡർ, എട്ടുകാലി. സ്കിങ്ക്, അരണ. എർത്ത് വോം, മണ്ണിര. ഹണിബി, തേനീച്ച. ടെർമൈറ്റ്, ചിതല്. ഫ്രോഗ്, തവള. ക്രോക്കാക്ക. മൗസ്, എലി. ക്യാമലൻ, ഓന്ത്. ക്രോക്രോച്ച്, പാറ്റ. ബട്ടർഫ്ലൈ, പൂമ്പാറ്റ. സ്ക്യൂറൽ, അണ്ണാൻ. ഇത്രയും ജീവികളെയാണ് ഞാനിവിടെ കണ്ടെത്തിയത്. നിങ്ങളും ഇതിൽ കൂടുതൽ ജീവികളെ കണ്ടെത്തി നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതി ചേർക്കൂ. നെക്സ്റ്റ്, ടൈനി വൺസ് ആൻഡ് ഗെയിൻസ്. ഇത്തിരി കുഞ്ഞന്മാരും വമ്പന്മാരും. മിത്ര ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം. അവരൊരു ഗെയിം കളിക്കുകയാണ്. ദേ സേ ദ നെയിംസ് ഓഫ് ക്രിയേച്ചർ. അവർ ജീവികളെക്കുറിച്ച് പേര് പറഞ്ഞാണ് കളിക്കുന്നത്. ഹൂ വിൽ ഫൈൻഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ക്രിയേച്ചർ. ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളെ പേര് പറയാം? ഇറ്റ് ബിക്കെയിം എ കോണ്ടസ്റ്റ്. അവരാണ് വിജയി. ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി. ഫയർഫ്ലൈ, മിന്നാമിനുങ്ങ്. ക്യാമലൻ, ഓന്ത്. ബീറ്റില്, വണ്ട്. കൗ, പശു.
They did not forget to draw the picture of the name of the creature. പറഞ്ഞ ജീവികളുടെ ചിത്രം വരയ്ക്കാനൊന്നും അവർ മറന്നില്ല. അവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? Did you see the picture of these creatures that Mitra draw? മിത്ര വരച്ച ജീവികളുടെ ചിത്രങ്ങൾ കണ്ടില്ലേ? Shall we play the same game? നമുക്ക് ഇതുപോലൊരു കളി കളിച്ചാലോ? Present the sound or movement of a few creatures without naming them. Let us your friends identify the creature. എങ്ങനെയാണ് ഈ ഗെയിം? പേര് പറയാതെ ദ്വീപുകളുടെ ചലനമോ ശബ്ദമോ ഒക്കെ കൂട്ടുകാർ അവതരിപ്പിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്യണം? അവ ഐഡൻറ്റിഫൈ ചെയ്യണം, തിരിച്ചറിയണം. Create a table with the names of the creatures that you found. Draw and color them. നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആനിമൽസിൻ്റെ ജീവികളുടെ പേരുകൾ നിങ്ങൾ ടേബിളായിട്ട് എഴുതി ചിത്രം വരച്ച് അതിനെന്ത് ചെയ്യണം? കളറും കൊടുക്കണം. നെക്സ്റ്റ് പേജ് എടുത്ത് പേജ് നമ്പർ 25. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ആനിമൽ ഇൻ യുവർ ലിസ്റ്റ്? നിങ്ങൾ കണ്ടെത്തിയതിൽ സ്മോളസ്റ്റ് ആനിമൽസ് ഏതാണ്? ദ ലാർജസ്റ്റ് ഏതാണ്? വലുത്? Arrange and write the names of animals in your table based on their size. പട്ടികയിൽ നിങ്ങളുടെ ടേബിളിലെ ജീവികളെ നിങ്ങൾ എന്തെങ്കിലും വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് എഴുതുക. നെക്സ്റ്റ്, ഹാവ് യു നോട്ടീസ്? അതിലേതൊക്കെ ജീവികൾ എഴുതാം? സ്മോൾ ആനിമൽസ് ഏതാണ്? ആൻഡ് സ്മോളാണ്, ബീറ്റിൽ വണ്ട് സ്മോളാണ്, പിന്നെ മില്ലിപ്പേഡ് തേരട്ട അല്ലേ, പിന്നെയോ ഹണിബി എന്ന് പറഞ്ഞാൽ തേനീച്ച, പിന്നെയോ ഗ്രാസ് ഹോപ്പർ ഉണ്ട്, പുൽച്ചാടി ഉണ്ട്, പിന്നെയോ ടെർമൈറ്റ് ചിതലുണ്ട്, റാബിറ്റ് മുയലുണ്ട്, ക്രോക്കാക്കയുണ്ട്. ഇവയൊക്കെ എന്താണ്? സ്മോൾ ആനിമലാണ്. നെക്സ്റ്റ് ലാർജ് ആനിമൽസ് ഏതൊക്കെയാണ്? എലിഫൻ്റ് ആനയുണ്ട്, കൗ പശു ഉണ്ട്, ക്യാമല്, ഹോഴ്സ് കുതിരയുണ്ട്, ലയൺ സിംഹമുണ്ട്, ലിയോപാഡ് പുലിയുണ്ട്, പുലിപ്പുലിയുണ്ട്, ജിറാഫ് ഉണ്ട്, ബിസൺ ഉണ്ട്, കാട്ടുപോത്തുണ്ട്, ബിയർ കരടിയുണ്ട്, ഡിയർ മാനുണ്ട്, ടൈഗർ കടുവയുണ്ട്, പിഗ് പന്നിയുണ്ട് അല്ലേ? ഇവയൊക്കെ എന്താണ്? ലാർജ് ആനിമൽസ് ആണ്. നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ലെറ്റ്സ് ഡ്രോ ആൽഫബറ്റ് ഫിഗർ. നിങ്ങൾ ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ആനിമൽസിൻ്റെ പിക്ചേഴ്സ് വരയ്ക്കണം. ഇവിടെ ഞാൻ കുറച്ച് വരച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലുള്ള കൂടുതൽ പിക്ചേഴ്സ് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ വരച്ച് ചേർക്കുക. നെക്സ്റ്റ് നോക്കിക്കേ, എന്താണ് ഇവിടെ? ഹാവ് യു നോട്ടീസ് ദ ടൈനി ക്രിയേച്ചർ ഇൻ യുവർ സറൗണ്ടിങ്? നിങ്ങളുടെ ചുറ്റുപാടുള്ള ജീവികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹാവ് യു സീൻ മെനി ടൈനി ക്രിയേച്ചേഴ്സ് ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്? നിങ്ങളുടെ സ്കൂളിൻ്റെ ചുറ്റുപാട് എന്തൊക്കെയാണ്? ഒരുപാട് ജീവികളുണ്ട് അല്ലേ? വിച്ച് ആർ ദേ? ഏതൊക്കെയാണ്? ആർ ദേ ഓൾ ഓഫ് ദ സെയിം സൈസ്? അവയെല്ലാം ഒരേ വലിപ്പമുള്ളതാണോ? ലെറ്റ് us observe them together. നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടായിട്ട് നമുക്കതെല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യാം, നിരീക്ഷിക്കാം. പ്ലീസ് യൂസ് ദ ഹാൻഡ് ലെൻസ് ഫോർ യുവർ ഒബ്സർവേഷൻ. ഇതിനെന്ത് വേണം? നിരീക്ഷണത്തിന് ഹാൻഡ് ലെൻസും കൂടി ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടി ഈ ഒബ്സർവേഷൻ പൂർത്തീകരിക്കാം. Where shall we observe? നിങ്ങൾക്ക് എവിടെയൊക്കെ നിരീക്ഷിക്കാം? ഇൻ ദ സോയിൽ, മണ്ണില്, ഇൻ ദ പ്ലാന്റ്, ചെടികളിൽ അല്ലേ? ഇവരൊക്കെ എന്തുണ്ടാവും? ചെറിയ സ്മോൾ ആനിമൽസ് ഉണ്ടാവും. ഇൻ ട്രീസ്, മരങ്ങളിലുണ്ടാവും. വോൾസ്, ചുമരുകളിലുണ്ടാവും. എർത്തേൺ ഹോൾസ്, ചെറിയ ഹോൾ ഉണ്ടാവും, മണ്ണിൻ്റെ ചെറിയ ഹോൾ ഉണ്ടാവും, മൺപൊത്തുകൾ, അതിലൊക്കെ ചെറിയ ചെറിയ ജീവികളുണ്ടാവും. ഇവയൊക്കെ നിങ്ങൾക്ക് നിരീക്ഷിക്കാം. Write down the names of the tiny creature that you found in your environmental science diary. ഇവ കണ്ടെത്തിയതിന് ശേഷം നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ നിങ്ങളത് എഴുതൂ. നെക്സ്റ്റ് പേജ് നമ്പർ 26 എടുക്കാം. അവിടെ കൊടുത്തത് എന്താണ്? ഫിംഗർ ഡ്രോയിങ്സ്, വിരൽ ചിത്രങ്ങൾ എന്ന് പറയും. Look at the picture. ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. They are drawn by dipping fingers in ink and imprinting the same on paper. Draw more pictures like this. മഷിയിൽ മുക്കിയ വിരലുകൾ കടലാസിൽ പതിപ്പിച്ച് വരച്ച ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇതുപോലെ കൂടുതൽ ജീവികളുടെ ചിത്രങ്ങൾ നിങ്ങൾ വരച്ചു ചേർക്കും. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ചിത്രങ്ങൾ നിങ്ങൾ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ വരച്ചു ചേർക്കൂ. Next, variety in features. Identify
ഐഡൻറ്റിഫൈ ദ ആനിമൽസ് ബൈ ഒബ്സർവിങ് ദ ബോഡി പാർട്സ് ഇൻ ദ പിക്ചർ. ഇവിടെ 4 ആനിമൽസിൻ്റെ ബോഡി പാർട്സ് കൊടുത്തിട്ടുണ്ട്. ഇവ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഫസ്റ്റ് എലിഫൻറ്റ് അല്ലേ, സെക്കൻഡോ പീകോക്ക്, തേർഡ് സീബ്ര, ഫോർത്ത് ഹെൻ അല്ലേ. ഹൗ ഡു ദീസ് ആനിമൽസ് ഡിഫർ? ഏതെല്ലാം വിധത്തിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? കളറ്, സ്പോട്ട്സ് ഓൺ ദ ബോഡി അല്ലേ, ബോഡിയിലുള്ള പുള്ളികൾ, സ്ട്രിപ്സ് വരകളുണ്ട്, സീബ്രയുടേതൊക്കെ വരകളുണ്ട്, ഷേപ്സ്, അതുപോലെ സൈസ്, അവയുടെ വലിപ്പം, ഹോൺസ് കൊമ്പുണ്ട്, ഹൂവ്സ് കുളമ്പ് അല്ലേ, നെക്സ്റ്റ് നെയിൽ അവയുടെ നഖങ്ങൾ അല്ലേ, പിന്നെ കളേഴ്സ് നിറങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇതിലൊക്കെ എന്ത് ചെയ്യുന്നു, ആനിമൽസൊക്കെ വ്യത്യസ്തമാണ്. They are creature which can be identified by observing their color. കളറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത് ഏതൊക്കെയാണ്? എലിഫൻറ്റ്, പാരറ്റ് ഗ്രീൻ ആണ് അല്ലേ, ക്രോ, സീബ്ര. ഇവയൊക്കെ സീബ്ര എന്താണ്? പിന്നെ ബ്ലാക്ക് എന്താണ്, സ്ട്രിപ്സ് വരകളാണ് ഉള്ളത് അല്ലേ ബോഡിയിൽ. നെക്സ്റ്റ്, വിച്ച് ആർ ദ ക്രിയേച്ചർ ദാറ്റ് യു ക്യാൻ ഐഡൻറ്റിഫൈ ബൈ ലുക്കിംഗ് അറ്റ് ദെയർ ഹോൺ. അവിടെ കൊമ്പുള്ളത് ഏതൊക്കെ ആനിമൽസാണ്? എലിഫൻറ്റിനുണ്ട്, കൗ, ഗോട്ട് അല്ലേ, പിന്നെ ഡീറിനൊക്കെ ഉണ്ട് അല്ലേ, കൊമ്പില്ലേ. നെക്സ്റ്റ്, ഹൗ എബൌട്ട് സ്പോട്ട്സ്? അവിടെ കുത്തുകളുള്ളത് ഏതൊക്കെയാണ്, പുള്ളികളുള്ളത്? പീകോക്ക് ഉണ്ട്, ഹെൻ ഉണ്ട്, സീബ്ര ഉണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കിക്കേ, എവരി ക്രിയേച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഹോൺ, നെയിൽ, സ്പോട്ട്സ്, സ്ട്രിപ്സ് എക്സെട്ര. ആകൃതിയിലും വലുപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ എല്ലാ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. നെക്സ്റ്റ് പേജ് നമ്പർ 27 അവിടെ കുറേ ആനിമൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത ആനിമൽസ് ആണ്. കണ്ടിട്ടുണ്ടോ? ഇത്തരം ആനിമൽസിനെ കണ്ടിട്ടുണ്ടോ? ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? നോക്കാം. സീ ക്രിയേച്ചർ കടലിലെ ജീവികളാണ്. വി നോ ദാറ്റ് ദീസ് ആർ മെനി കൈൻഡ്സ് ഓഫ് ഫിഷസ് ഇൻ ദ സീ. പലതരം മീനുകൾ കടലിലുണ്ടെന്ന് അറിയാമല്ലോ. എന്തൊക്കെ മീനുകളാണ് അറിയാമോ? സീ ദ ഹാബിറ്റാറ്റ് നോട്ട് ഓൺലി ടു ഫിഷസ് ബട്ട് ഓൾസോ ടു മെനി അതർ ക്രിയേച്ചേഴ്സ്. മീനുകൾ മാത്രമല്ല മറ്റനേകം ജീവികളുടെയും വാസസ്ഥലമാണ് എന്ത്? കടൽ. There are more creatures in the sea than on land. കടലിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ കടലിലുണ്ട്. Which sea animals do you know? ഏതെല്ലാം കടൽ ജീവികളെ നിങ്ങൾക്കറിയാം? Discuss with your friends and write them. See the pictures of some of these sea creatures. നിങ്ങളുടെ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് നോക്കിക്കേ, ഏതൊക്കെ അറിയാം? സ്റ്റാർ ഫിഷ് ഉണ്ട് അല്ലേ, അതുപോലെ ഡോൾഫിൻ ഉണ്ട്, ജെല്ലി ഫിഷ് ഉണ്ട്, ഷാർക്ക്, ഒക്ടോപ്പസ് ഉണ്ട്, നീരാളി അല്ലേ, പിന്നെ സീ ടൊട്ടോയ്സ് ഉണ്ട്, കടലാമയുണ്ട് അല്ലേ. ഇതൊക്കെയാണ്. നിങ്ങൾ സീ കണ്ടിട്ടുണ്ടോ? ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിൽ നമ്മൾ കാണാത്ത കുറേ ജീവികളുണ്ട്. അവയുടെ ചിത്രമാണിത്. ഫസ്റ്റത്തെ സീ ഹോഴ്സ്, കടൽ കുതിര. നെക്സ്റ്റ് സീ ഹെഡ് ഹോഗ്, കടൽ മുള്ളൻ പന്നി. നെക്സ്റ്റ് സീ കുക്കുംബർ എന്ന് പറഞ്ഞാൽ കടൽ വെള്ളരി. നെക്സ്റ്റ് സീ കൗ, കടൽ പശു. വൈ ഡിഡ് ദീസ് ക്രിയേച്ചർ ഗെറ്റ് സച്ച് നെയിംസ്? ഇത്തരം പേരുകളേക്ക് കടൽ ജീവികൾക്ക് ലഭിക്കാൻ കാരണം എന്തായിരിക്കും? നിങ്ങൾക്കറിയാമോ? ആദ്യമായിട്ട് നമ്മൾക്ക് സീ ഹോഴ്സിനെ കുറിച്ച് നോക്കാം. സീ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സീ ഹോഴ്സ് ഈസ് എ ടൈപ്പ് ഓഫ് മറൈൻ ഫിഷ്. എന്താണെന്ന് പറഞ്ഞാൽ കടൽ പശു കടൽ കുതിര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഇനം എന്താണ്? കടൽ മത്സ്യമാണ് അല്ലേ. പിന്നെയോ ദ ഹെഡ് ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് എ ഹോഴ്സ്. ഇതിൻ്റെ തല എങ്ങനെയാണ്? കുതിരയുടേത് പോലുള്ള തലയാണ്. ദ ഫീമെയിൽ സീ ഹോഴ്സ് lays eggs in a pouch bag at the base of the male tail. ആൺ കടൽ കുതിരയുടെ ശരീരത്തിലുള്ള സഞ്ചിയിലാണ് കടൽ കുതിര എന്ത് ചെയ്യുന്നത്? മുട്ട നിക്ഷേപിക്കുന്നത്. When the eggs hatch, the young one come out from the pouch. മുട്ടകൾ വിരിയുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. നെക്സ്റ്റോ സീ ഹെഡ്ജ് ഹോഗ്, കടൽ മുള്ളൻ പന്നി. സീ ഹെഡ്ജ് ഹോഗ് ഓർ സീ അർച്ചിൻ ഹാസ് ദ ഷേപ്പ് ഓഫ് എ ബോൾ. മുള്ളുകൾക്ക് എന്താണ്? ഒരു പന്തിൻ്റെ ആകൃതിയാണ്. ദ ബോഡി ഹാസ് എ കവറിങ് ഓഫ് എ സ്പിൻസ്. മൂവ്മെൻറ്റ് ഈസ് ക്യാരിഡ്
ഔട്ട് ബൈ മീൻസ് ഓഫ് ദ സ്പിൻസ്. ശരീരം ബലൂണ് പോലെ വീർപ്പിക്കാനുള്ള കഴിവ് എന്തുണ്ട്? ഈ ജീവികൾക്കുണ്ട് കേട്ടോ. പിന്നെയോ ഇറ്റ് ബീസ് ബിലീവ്ഡ് ദാറ്റ് ഇറ്റ്സ് ലൈഫ് സ്പാൻ ഈസ് ബിറ്റ്വീൻ 15 to 200 ഇയേഴ്സ്. അതായത് ഇവയുടെ ആയുസിൻ്റെ ദൈർഘ്യം 15 വർഷം മുതൽ 200 വർഷം വരെയാണ്. ദേ കനോട്ട് സ്വിം. ഇവയ്ക്ക് എന്ത് ചെയ്യില്ല? നീന്തുവാനുള്ള കഴിവില്ല. ദിസ് സ്പീഷ്യസ് ഈസ് തോട്ട് ടു ബി 465 മില്യൺ ഇയേഴ്സ് ഓൾഡ്. ഈ ജീവിവർഗത്തിന് 465 ദശലക്ഷം പഴക്കമുള്ളതായിട്ട് കരുതപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് സീ കുക്കുംബർ, കടൽ വെള്ളരിയാണ്. സീ കുക്കുംബർ ഈസ് ആൻ ആനിമൽ ദാറ്റ് ലീവ്സ് ഇൻ ദ ബോട്ടം ഓഫ് ദ സീ. കടലിൻ്റെ അടിത്തട്ടിനോട് ചേർന്ന പ്രദേശങ്ങളിലാണ് ഈ ജീവി കാണപ്പെടുന്നത്. ദ ക്രിയേച്ചർ ഈസ് ഷേപ്ഡ് ലൈക്ക് എ കുക്കുംബർ. ഇവക്ക് ഒരു വെള്ളരിയുടെ ആകൃതിയാണുള്ളത്, അതുകൊണ്ടാണ് സീ കുക്കുംബർ എന്ന പേര് വന്നത്. നെക്സ്റ്റ് സീ കൗ. ദിസ് ക്രിയേച്ചർ ഈസ് ഓൾസോ നോൺ ആസ് കടലാന. കടലാന എന്നാണ് ഇതിനെ പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ആനിമൽ ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ എന്താണ് ദേശീയ മൃഗമാണിത്. ദെയർ മെയിൻ ഫുഡ് ഈസ് സീ വീഡ്. കടൽ പുല്ലാണ് ഇവയുടെ പ്രധാനപ്പെട്ട ഫുഡ്, ആഹാരം. നെക്സ്റ്റ് പിക്ചർ നോക്കിക്കേ. ഇവൻ്റെ നെയിം എന്താണ്? ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം അല്ലേ. നമ്മുടെ ലാൻഡിലെ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണെന്ത്? നീലത്തിമിംഗലം, ബ്ലൂ വെയിൽ എന്നറിയപ്പെടുന്നത്. ബ്ലൂ വെയിൽ ദ ലാർജസ്റ്റ് ക്രിയേച്ചർ ഓൺ ദ എർത്ത് ലീവ്സ് ഇൻ ദ സീ. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം കടലിലാണ് ജീവിക്കുന്നത്. ദേ ആർ നോട്ട് ഫ്രം ദ ഫാമിലി ഓഫ് ഫിഷ്. ഇവ എന്തല്ല? ഇത് മീൻവർഗത്തിൽപ്പെട്ട ഒരു ജീവിയേ അല്ല. പിന്നെയോ ബ്ലൂ വെയിൽ ഗീവ് ബർത്ത് ടു ദെയർ ഓഫ്സ്പ്രിങ്സ്. അതായത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് ആര്? ബ്ലൂ വെയിൽ. മനസ്സിലായോ കുട്ടികളെ? ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മളിന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ആനിമൽസിനെ കുറിച്ച്, ആനിമൽസിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെയോ അതിൻ്റെ ഫുഡ്, ഇതെല്ലാം പഠിച്ചു അല്ലേ കുട്ടികളെ? ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആനിമൽസിനെ കുറിച്ച് പഠിച്ചു, പെറ്റ് ആനിമൽസ് പഠിച്ചു, ആനിമൽസിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു, ആനിമൽസിൻ്റെ ഫുഡ് പഠിച്ചു, അതുപോലെ സ്മോൾ ആനിമൽസ്, ലാർജ് ആനിമൽസ്, അതുപോലെ സീ ക്രിയേച്ചേഴ്സ് എല്ലാം പഠിച്ചു. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ആക്ടിവിറ്റീസുമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.